ഹായ് ഫ്രണ്ട്സ്, നമ്മൾ യു എയിൽ തന്നെ ഏറ്റവും നല്ല ഭേദപ്പെട്ട ഹോട്ടലുകളിലൊന്നാണ് സീഷെൽ എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേക്കാണ്. നൈറ്റാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഹോട്ടലിലെത്തി. ഒരു പമ്പ് കണ്ടോ? ആ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ. മിർഫ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ചങ്സാണ്. ആ മുടി വളർത്തി വന്നവനാണ് ജിഷ്ണു. അപ്പോൾ അവിടെ ഇരുന്ന ശ്രീനാഥ്, പച്ചയിട്ടത് അഡ്മിൻ. ഈ വരുന്നതാണ് നമ്മുടെ മെയിൻ ആശാൻ എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തെ മെയിൻ ആശാൻ. ആശാനെ പറ്റി പറയുകയാണെങ്കിൽ ആശാൻ വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇനി ഫുഡ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അത് രാജേഷ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഭൂപേന്ദ്ര. രണ്ടും ഹിന്ദിക്കാരാണ്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ തുറയിൽ ആശാനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ എക്സ്പീരിയൻസും അറിവുള്ള ആശാൻ. അത് വെള്ള ഇട്ടിരിക്കുന്നത് ശ്രീനാഥ് എന്നാണ് ആളുടെ പേര്. ആശാൻ പറഞ്ഞു എന്ത് ഫുഡാണ് വേണ്ടത്? നിറവറയുടെ ചോറും അല്ലേ? ബോലോ എന്താണ് പറയാനുള്ളത് ഈ അവസ്ഥയിൽ? ഭൂപേന്ദർജി ഇതേക്കോ. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് സീറ്റ് വളരെ കുറവാണ്. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ കുറച്ചാളുകൾ നിൽക്കണത് അതുകൊണ്ടാണ്. ആശാൻ കസേരയ്ക്ക് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. ക്രിക്കറ്റ് കോച്ച് പുള്ളിക്കാരൻ കറക്റ്റ് ഒരു ക്രിക്കറ്റ് കോച്ചിൻ്റെ ലുക്കിലാണ് വന്നേക്കുന്നത്. ഈ മാൻ്റെ ചിഹ്നം കാണിച്ചുകൊണ്ട് ഓടി തന്നെ നമ്മുടെ സേഫ്റ്റിയുടെ മെയിൻ ആളാണ് നമ്മുടെ ജോലി സ്ഥലത്ത്. അവസാനം തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയി കറങ്ങണ കസേരയെടുത്ത് ജിഷ്ണുവിന് കൊടുത്തിരിക്കുകയാണ്. 2 കിട്ടി. ഇവൻ പക്ക ആന്ധ്രക്കാരനാണ്. ഇവന് തമിഴ്, മലയാളം, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഭാഷയും അറിയും. എവിടെ ചെന്നാലും കാണുന്ന മലയാളികളുടെ ടിപ്പിക്കൽ ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറങ്ങുന്ന കസേരയും. എല്ലാവരും ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. ഫ്രൈഡ് ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഉണ്ടാക്കി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെയുള്ള ഒരു എൻ്റർടൈനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന ചിക്കൻ പീസിൻ്റെ കാലെനിക്ക് വേണം, തല എനിക്ക് വേണം എന്നുള്ള ഡീലിങ്ങാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ എന്തൊരു അടിപൊളിയായിട്ട് ഡീൽ കിടത്തണേ. ഇതാണ് ധീരജേട്ടൻ. ആള് നൈറ്റ് വന്നുകൊണ്ട് ചെറിയൊരു ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ഫൈനലി നമ്മുടെ ഫുഡ് വന്നു. ആദ്യമായിട്ട് ഫുഡ് കാണുന്ന ലാഘവത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എണീറ്റ് കൈ കഴുകാനൊക്കെ പോയി. ഭക്ഷണം കഴിക്കണത് ഞാൻ എടുത്തില്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ സന്തോഷമാണ് എല്ലാവരും മുഖത്ത്. അങ്ങനെ ഫ്രൈഡ് ചിക്കൻ്റെ എല്ല് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് കോഴിയെ പിടിച്ചാണ് എല്ലാവരും കഴിച്ചു. ഫുഡ് വെച്ചത് കൈ കഴുകാൻ പോണ സീനാണ് കാണുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന ഓരോ സ്ഥലങ്ങൾ, ഓരോ സാധനങ്ങൾ എല്ലാം നോക്കി കാണുകയാണ്. യു എയിലെ സാധനങ്ങളൊക്കെ പക്ക ഒറിജിനൽ സാധനങ്ങളായിരിക്കും, ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. വേറെ ഒന്നുമല്ല, നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകണമല്ലോ. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കാന്ന് കരുതി. ഇവിടെ ഇനി അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം സാധനങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഒരു മാർക്കറ്റ് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് രാജേഷാണ് ഇവിടെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ നമ്മളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. This is the WD-40. This is WD-40 used for some rotors, rotor cleaning after bearing, sometimes rusted. Enough. What is the main purpose of the America? എടാ പോലെ എന്താണ് കഴിച്ച ഫുഡിനെ പറ്റി പറയാനുള്ളത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അമേരിക്ക? പറ.
ആശാനെ ഫുഡ് കഴിച്ചിട്ട് എന്താണ് ആശാന് പറയാനുള്ളത്? അതൊരു സുഖമില്ല ഫുഡ്. അതെന്ത് പറ്റി? ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ട് ആശാന് സുഖമില്ല എന്ന് പറയണമെങ്കിൽ അത് വയറ് വേദന. UAE തന്നെ ഏറ്റവും മികച്ചൊരു കടയിലാണ് നമ്മൾ വന്നത്. എന്നിട്ട് എന്താണ് ആശാൻ ഇങ്ങനെയൊക്കെ? എവിടെ നമ്മുടെ ബെൻസ് എവിടെ? അങ്ങനെ നമ്മൾ നൈറ്റ് ലൈഫ് ആഘോഷിച്ചിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ടീമാണ്. ഇതാണ് മെയിൻ ആശാൻ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോയിണ്. പെങ്ങളൊക്കെ കെട്ടിച്ച ശ്രീ തന്നെ തുക തരുമോ അള്ളിയ ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ജിഷ്ണു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭക്ഷണം, നമ്മുടെ ആശാന് ഭക്ഷണം അത്ര പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, ആശാൻ നാടൻ ഫുഡിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രൈഡ് ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ശീലമില്ല, സ്വാഭാവികം. അപ്പോൾ അതാണ് ഇതിവിടുത്തെ ഒരു അസംബ്ലി പോയിൻ്റാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അതായത് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായാൽ നമ്മളിവിടെ വന്ന് നിൽക്കണമെന്നാണ് UAE നിയമം പറയുന്നത്. അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കാം അവിടെ. അപ്പോൾ അങ്ങനെ